എടാ ദിസ് ഈസ് ഇത്. എടാ ഞാൻ ഹിന്ദിയിൽ കോക്ടെയിൽ 2 എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം കണ്ടു. ഷാഹിദ് കപൂർ, രശ്മിക മന്ദന, കൃതി സനോൺ അവരാണ് ലീഡ്. കാരണം ഇത് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കണ്ടു. അത് വളരെ നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നി. കമ്മിങ് ടു ഫസ്റ്റ് പാർട്ടിലോട്ട് വരുമ്പം മോഡേൺ സ്റ്റോറിയാണ്, ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. എന്നിരുന്നാൽ പോലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെയും കൺവിൻസിങ് ആയിരുന്നു. ഓക്കെ, കമ്മിങ് ടു ഇതിനോട്ട് ഇടയിൽ രണ്ടുപേര് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ട്രസ്റ്റ് ഇഷ്യൂസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞു തീർക്കണം. അല്ലാതെ മൂന്നാമതൊരാളെ ഇടയിലോട്ട് കുത്തിക്കയറ്റമല്ല. ഇതിനകത്ത് ഇടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റിങ്ങിൽ സംസാരിച്ച് തീർന്ന ഈ പടം ഇല്ല. ആദ്യത്തെ 10-20 മിനിറ്റിൽ ഈ പടം അങ്ങ് തീർന്നു. രശ്മികയുടെ ക്യാരക്ടർ ലൈക്ക് ഷാഹിദിൻ്റെ ക്യാരക്ടർ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പാണ്. ഏതോ ഒരു പോയിന്റിൽ പുള്ളിക്കാരിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും, സംശയങ്ങൾ തുടങ്ങും. അവർ ട്രിപ്പിന് പോണ സമയത്ത് അവിടെ കൃതി സനോണിൻ്റെ ക്യാരക്ടർ എൻ്റർ ആവും. അവിടെ പുള്ളിക്കാരിയുടെ അടുത്ത് അങ്ങ് പറയണം, എടീ നീ ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് സെഡ്യൂസ് ചെയ്ത് നോക്കാം അവൻ വളയോ ഇല്ലെന്ന് അറിയണം, അത് വെച്ച് വേണം നമ്മളതങ്ങനെ പരീക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിണ്ടാതെ പോയ ആ പെണ്ണിനെയും വിളിച്ചു വരുത്തി ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി അവസാനം അവക്ക് ദിവ്യ പ്രണയം പൊന്തി അങ്ങ് കയറി അവസാനം ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഷാഹിദ് കപൂർ അവസാനം കുറേ അങ്ങ് ക്ലാസ് നന്മയുടെ നിറകുണം തേങ്ങയാണ് മാങ്ങയാണ് വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ക്ലാസ്. പിന്നെ ആകെപ്പാടെ 1-2 പാട്ടുകൾ മാത്രം കൊള്ളാൻ തോന്നി. അല്ലാത്ത പക്ഷം ടോട്ടൽ അസഹനീയമായിരുന്നു. കാണിച്ചുള്ളവർ നിങ്ങൾ ഒപ്പീനിയൻ പറയുക. പിന്നെ ഈ പടമൊക്കെ അല്ലെങ്കിൽ ഇത്തരം ലവ് സ്റ്റോറീസൊക്കെ എടുത്തു വെച്ച് പൊക്കണവർ കാണുമായിരിക്കും. കാരണം ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ. എനിക്കിത് ഒരു തരത്തിലും ദഹിച്ചുമില്ല. ഇതൊക്കെ നല്ല അസൽ തന്തയില്ലായ്മ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് കോക്ടെയിൽ 2 ഫ്രം മൈ സൈഡ്.